അട്ടപ്പാടിയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. അത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പിഴവ് ആരോപണം വരുന്നു. അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അട്ടപ്പാടിയിലെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ജില്ലാ കളക്ടറോട് പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ജില്ലാ കളക്ടർ അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്നലെ നൽകിയത്. അത് പൂർണ്ണമായിട്ടും രേഖകൾ മാത്രം വായിച്ചൊരു റിപ്പോർട്ടിനെ കാണാൻ വേണ്ടി കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ജില്ലാ കളക്ടറോട് നേരിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് തന്നെയുള്ള ഡെപ്യൂട്ടി കളക്ടർമാരാരെങ്കിലും ചുമതലപ്പെടുത്തി നേരിട്ട് പോയി സംഭവ സ്ഥലത്തും രേഖകളും പരിശോധിച്ച് ഇന്ന് വൈകുന്നേരത്തിന് തന്നെ ഒരു റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള സംശയം ഉണ്ടായാൽ ഉന്നത തലത്തിൽ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. അട്ടപ്പാടിയിലുണ്ടായ ഈ പ്രശ്നം ഇതുപോലെ അല്ലെങ്കിലും മറ്റൊരു തരത്തിൽ നേരത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് വാർത്ത കിട്ടിയതിനെ തുടർന്ന് വളരെ ഗൗരവമായിട്ടുള്ളൊരു അന്വേഷണവും വളരെ ഗൗരവമായിട്ടുള്ള ചില നടപടിക്രമങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ചിരുന്നു. നേരത്തെ കൊടുത്ത ചില പട്ടയങ്ങളിൽ കൊടുത്ത പട്ടയത്തിൻ്റെ അതിർത്തി അടയാളപ്പെടുത്തി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നതുൾപ്പെടെ ചില പ്രശ്നങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അട്ടപ്പാടി താലൂക്ക് രൂപീകരിക്കുമ്പോൾ 6 വില്ലേജുകളാണ് അതിൻ്റെ കീഴിലുള്ളത്. 6 വില്ലേജുകളിൽ 3 വില്ലേജുകളിലും ഡിജിറ്റൽ റീസർവേ പുരോഗമിക്കുകയാണ്. അട്ടപ്പാടിയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന നിരവധി കോടതി വ്യവഹാരങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല അവിടെ പലപ്പോഴും കാണാനുള്ളൊരു പ്രശ്നം പല ഘട്ടങ്ങളിലായി നേരത്തെ മുതൽ തന്നെ താൽക്കാലിക തണ്ടപ്പർ ടെമ്പററി TP പിടിക്കുന്ന ഒരു ശീലം ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട് പാലക്കാട് ജില്ലാ കളക്ടറും റവന്യൂ വകുപ്പിൻ്റെ മേധാവികളും ഉൾപ്പെടെ ഞാൻ തന്നെ നേരിട്ട് പോയി അവിടെ യോഗം ചേർന്നപ്പോൾ ഒരു കാരണവശാലും താൽക്കാലിക തണ്ടപ്പേർ എന്ന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് കർശന നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരം തണ്ടപ്പേര് മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. അതിന് കുറച്ച് സമയമെടുത്താലും ആ വിധത്തിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവും ബന്ധപ്പെട്ട 2 ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരും കൂടി യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ അട്ടപ്പാടി താലൂക്കിലെ 3 വില്ലേജുകളിലാണ് റീസർവേ ആരംഭിച്ചതെങ്കിൽ 3 വില്ലേജുകളിൽ കൂടി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ മറ്റിടങ്ങളിൽ നിന്ന് സർവേയർമാരെയും അതിവേഗ ഉപകരണങ്ങളെയും കൂടി കൊണ്ടുകൊണ്ട് ചെറിയൊരു കാലയളവിനുള്ളിൽ ഡിജിറ്റൽ റീസർവേ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനും ആ ഡിജിറ്റൽ റീസർവേ നടത്തിയതിൻ്റെ രേഖകളുടെ പശ്ചാത്തലത്തിൽ ഭൂമി സെറ്റിൽ ചെയ്യാനുമുള്ള ഒരു വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും ആദിവാസികളെ കബളിപ്പിച്ചുകൊണ്ട് അവിടെ ഭൂമി നേടിയതിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായ പ്രശ്നപരിഹാരം കൊണ്ട് ഇതിന് പൂർണ്ണമായി അവസാനിപ്പിക്കാനാകില്ല. സ്ഥിരമായി അട്ടപ്പാടിയിലെ 6 വില്ലേജുകളിൽ ഉൾപ്പെടുന്ന സ്ഥലം എത്രയാണെന്നും അത് ആരുടെയൊക്കെ പക്കലാണെന്നും ബാക്കിയുള്ളത് ഏതൊക്കെ ഭൂമിയാണെന്നും കൃത്യമായൊന്ന് സെറ്റിൽ ചെയ്താലേ ആദിവാസികളെ കബളിപ്പിച്ചുകൊണ്ട് ഭൂമി നേടിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നിശ്ചിതമായൊരു നിയമം പറയുന്ന കാലയളവിലല്ലാതെ ഭൂമി ക്രയവിക്രയം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വോയിഡാണെന്ന് നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ഭൂമിയുടെ തണ്ടപ്പേർ ക്യാൻസലാക്കാനും പോക്കുവരവ് റദ്ദ് ചെയ്യാനും സർക്കാരിന് തന്നെ അധികാരമുണ്ട്. ആ കാര്യവും പരിശോധിക്കുകയാണ്. അട്ടപ്പാടിയിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീർച്ചയായിട്ടും ഗൗരവമായിട്ടുള്ള അന്വേഷണം സർക്കാർ നടത്തും. ഉന്നതതല അന്വേഷണം ഇന്ന് കളക്ടർ റിപ്പോർട്ട് ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ അതും നടത്തും. ആരുത്തരവാദികളാണെങ്കിലും ഒരു മടിയും ഉണ്ടാകാത്ത വിധം മുഖം നോക്കാതെ അതിനകത്ത് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. കുറ്റക്കാരാണോ കുറ്റക്കാരുണ്ടോ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സമഗ്രമായിട്ട് അന്വേഷിച്ചാൽ ആരൊക്കെയാണ് സമഗ്രമായി അന്വേഷിച്ചാലാണ് മനസ്സിലാകുക. ആ അന്വേഷണത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചല്ല പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ്. നിലവിലുള്ളതോ നേരത്തെ ഉള്ളതോ ആയ ഉദ്യോഗസ്ഥന്മാരിൽ ആർക്കെങ്കിലും അക്കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നു മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള കർശന നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുക്കും. റിട്ടയർ ചെയ്ത് പോയവരാണെങ്കിലും KSRൻ്റെ കൂടി പിൻബലത്തോടെ ശക്തമായ നടപടികൾ എടുക്കും. ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല. ആദിവാസികളുടെ ഭൂമി പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ ഒരു അട്ടപ്പാടി വിഷയത്തിൽ ഒരു ഓപ്പറേഷനായിട്ട് തന്നെ ഈ സംവിധാനത്തെ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കാണ്ട് ഈ ഒയാസിസുമായി ബന്ധപ്പെട്ട് ബ്രൂവറി വിഷയത്തിൽ സിംഗിൾ വിൻഡോ ഇതിൽ അനുമതി ലഭിച്ചു എന്നാണ് CPI അതിന് ശക്തമായി എതിർത്തിരുന്നല്ലോ. എന്താണ്? അല്ല, ഉറപ്പായിട്ടും പിന്നെ പാലക്കാട്ടെ ബ്രൂവറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPI പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ കുടിവെള്ളത്തിനോ ജലസേചനത്തിനോ, അതായത് കുടിവെള്ളത്തിനും കൃഷിക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുള്ള ഒരു നടപടിയും പാടില്ല. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം തീരുമാനിച്ചത് കുടിവെള്ളത്തിനും കൃഷിക്കും
ഏതെങ്കിലും വിധത്തിലുള്ള ജലക്ഷാമം ഉണ്ടാകുന്ന ഒരു പദ്ധതിയും ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആ പോയിന്റിലാണ് ഞങ്ങൾ നോക്കുന്നത്. ആ പോയിന്റ് കണ്ടുകൊണ്ട് മാത്രമേ ഗവൺമെൻറ് അക്കാര്യത്തിൽ മുന്നോട്ട് പോകുള്ളൂ. ക്ലിയറൻസ് കൊടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, വാർത്ത വരുന്നുണ്ട്. അല്ല, കമ്പനിക്ക് ക്ലിയറൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ്. ക്ലിയറൻസിൻ്റെ അടിസ്ഥാന ഘടകം ജലദൗർബല്യമുള്ളൊരു സ്ഥലത്തെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു നടപടി അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ക്ലിയറൻസ് കൊടുക്കുന്നത് അതില്ലാതെ വിധം നടക്കുന്ന അതുമായി ബന്ധപ്പെട്ടാണ്. CPIക്ക് തർക്കമുണ്ടായതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചതുമായ പ്രശ്നം ഈ പ്രൊജക്റ്റ് കൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള കുടിവെള്ളത്തിന് പ്രതിസന്ധി നേരിടുകയോ കൃഷിയെ ബാധിക്കുകയോ ചെയ്യുന്ന ഒരു നടപടികളും അംഗീകരിക്കുന്നതല്ല. ആ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെയുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികൾ മുന്നോട്ട്. ജലപ്രശ്നം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ജലപ്രശ്നം നിലനിൽക്കുന്നത് തന്നെയാണ്. അതിനെ ബാധിക്കില്ല എന്ന വിധത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ബന്ധപ്പെട്ടവർ സമർപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ പ്രോജക്റ്റിൽ നിന്ന് വിരുദ്ധമായി ജലക്ഷാമം ഉണ്ടാക്കാനുള്ള നടപടിയാണെങ്കിൽ ഒരടി മുന്നോട്ട് പോകാത്ത വിധം അത് ആ നിലപാട് തന്നെ ആയി ഉറച്ചു നിൽക്കും. ഒരു തർക്കമില്ല.